ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പുലാവും ഒരു ചിക്കൻ കറിയുമാണ്. അപ്പം ഞാൻ ഈ ചിക്കൻ കറിക്കുള്ള മസാല ഇന്നലെ രാത്രിയിലെ ഞാൻ അങ്ങ് മസാല ഉണ്ടാക്കി വെച്ച്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ കാണുന്നത്. അതിനായിട്ട് ഞാനൊരു ഇപ്പോൾ 2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിനായിട്ടൊരു 8 സവാള, 1 കുടം വെളുത്തുള്ളി, 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, ഇതെല്ലാം അരിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതെല്ലാം ഒന്ന് വഴറ്റി 2 ടൊമാറ്റോയുടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം വഴന്ന് വന്നുകൊണ്ടേ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് 2 ടേബിൾ സ്പൂൺ കാശ്മീരിയും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയുമാണ് ചേർത്തത്. എന്നിട്ട് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അത് ഞാൻ സാദാ മുളക് പൊടി എന്ന് പറയുന്നത് അതൊരു മിക്സാണ്, അപ്പോൾ അതിന് ഒത്തിരി അങ്ങ് എരിവൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ സാദാ മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കേ. എന്നിട്ട് ഇതെല്ലാം നന്നായി വഴറ്റി തണുത്തതിന് ശേഷം ഞാനത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു. ഇപ്പോൾ രാവിലെ ഞാനിത് ഈ ഉരുളിക്കകത്ത് ഇട്ടതിന് ശേഷം ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ ഞാൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് മസാല പുരട്ടി ഒരു അരമണിക്കൂറായി ഇത് ഞാൻ വെച്ചിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രാത്രിയിലെ ഇതിങ്ങനെ മസാലയെല്ലാം പുരട്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേയും കൂടെ നല്ലതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ മസാലയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ 1/2 കിലോ എങ്ങാണോ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. രാവിലെ ആ സവാളയൊക്കെ 2-3 സവാളയൊക്കെ പൊളിച്ച് അരിയുവാണെങ്കിൽ കുഴപ്പമില്ല, സമയമുണ്ട്. പക്ഷേ ഇത്രയും നമ്മൾ 7-8 സവാള അതെല്ലാം വെളുത്തുള്ളിയെല്ലാം പൊളിച്ച് വരുമ്പം ഒരാൾ തന്നെ ഉള്ളെങ്കിൽ നമുക്ക് അത് രാവിലെ സമയം അത്രയും പോകും. അപ്പോൾ അതേസമയം ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ആരും ഇല്ല എങ്കിൽ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയുവാണെന്ന് പറഞ്ഞു. അപ്പം മിക്ക ആൾക്കാർക്കും ഇതൊക്കെ അറിയാം. അപ്പം നമ്മൾ തലേന്നേ ഇതൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ കുറച്ചേലും പെട്ടെന്ന് നമുക്ക് ജോലികൾ ചെയ്യാൻ പറ്റും. ബാക്കി കാര്യങ്ങൾ പിന്നെ നമുക്ക് നോക്കിയാൽ മതിയല്ലേ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കണ്ട, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിൽ നിന്നുള്ളൊക്കെ വെള്ളം ഇറങ്ങി വരും. ഞാൻ ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള ഒരു തീ എന്നിട്ട് ഞാനൊന്ന് കുറച്ച് കൊടുത്ത് അടിയിലൊന്നും പിടിക്കാതിരിക്കുക. അടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്, ഒന്ന് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതവിടെ അടച്ചിടുന്നുണ്ട്, ഒന്നുകൂടെ വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനുള്ള പുലാവ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉരുളി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ ഒന്ന് വെജിറ്റബിൾസൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്ന നേരം കൊണ്ട് ഞാനവിടെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഞാൻ അരി വെള്ളത്തിൽ ഇട്ടതിന് ശേഷം പിന്നെ കഴുകി വാരി എടുത്ത് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം നെയ്യിലുണ്ടാക്കണമെങ്കിൽ നെയ്യിലുണ്ടാക്കാം, നെയ്യിൽ ഇല്ല ഓയിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇതിലേക്ക് ഞാനൊരു 3 ഏലക്ക ഞാൻ ഇച്ചിരി ഒന്ന് പൊട്ടിച്ചിടുന്നുണ്ട്. എന്നിട്ട് ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട, പിന്നെ ഞാൻ ബേ ലീഫ് ഈ സമയത്തല്ല ഇട്ടത്. ബേ ലീഫ് നിങ്ങൾ ഈ സമയത്ത് തന്നെ ചേർക്കണം. ഞാൻ പിന്നീടായി ബേ ലീഫ് ചേർത്തത് മറന്നുപോയി. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഞാൻ ക്യാരറ്റ്, ബീൻസ്, മട്ടറ. അപ്പം മട്ടർ എൻ്റെ ഫ്രഷ് മട്ടർ ഉള്ളതുകൊണ്ട് അതെടുത്തു. അതില്ല എങ്കിൽ നമ്മുടെ ഈ ഉണക്ക ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് തലേന്നേ വെള്ളത്തിൽ ഇട്ടിട്ട് അതൊന്ന് കുറച്ച് നേരം വേവിച്ച് ഇച്ചിരി ഉപ്പിട്ട് വേവിച്ച് ചേർക്കുകയാണെങ്കിലും നല്ലതാണ്. അപ്പം ഞാനിങ്ങനെ ചെറുതായിട്ടാണ് ഇതൊക്കെ ഒന്ന് അരിച്ചെടുത്തേക്കുന്നത്. മട്ടറും കൂടെ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയുന്ന ബേ ലീഫ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇടാൻ മറന്നുപോയി, ഇപ്പോഴാണ് ഇട്ടേന്ന്. അതെല്ലാം കൂടെ ഇട്ട് ഉപ്പൂടെ ഇട്ടിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് ഇച്ചിരി നേരം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പച്ചക്കറിയുടെയൊക്കെ ഒരു പച്ചപ്പ് മാറി ഒരു 80% വെന്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ അരി ഞാൻ കഴുകി വാരി എടുത്ത അരി ഇതിലോട്ട് ഇട്ടിട്ട് ഇച്ചിരി നേരം ഒന്ന് നമുക്കിതൊന്ന് ആ അരി ഒന്ന് വറക്കാം. അതിൻ്റെ നമ്മളെ കഴുകേണ്ട ഞാൻ ജാലിപ്പാത്രത്തിലല്ലായിരുന്നു ഇട്ടത്, അപ്പോൾ അതുകൊണ്ട് വെള്ളം ഇച്ചിരി ഉണ്ട്. അപ്പോൾ ആ വെള്ളം ഇച്ചിരി ഒന്ന് വറ്റുന്നിടം വരെ ഞാനൊന്ന് വറുത്ത് കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞപ്പം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചാൽ അത്രയും നല്ലതാണ്. പച്ചവെള്ളം ഒഴിക്കുമ്പോൾ അത്രയും അതൊന്നുകൂടെ ഒന്ന് ചൂടായി വരാൻ സമയം എടുക്കത്തില്ല. അതുകൊണ്ട് ഒരിളം ചൂടുവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പം നിങ്ങൾക്ക് എത്രയും റൈസ് വേണോ അതനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ 1 കിലോ റൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചോറിനോട് ആവശ്യമായ ഉപ്പൂടെ ചേർത്തിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. ഇവിടെ ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായി ഞാൻ ആ പാത്രം ഒന്ന് മാറ്റി, കാരണം എനിക്ക് അതിൻ്റെ അകത്തായിരുന്നു റൈസ് വെക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കൻ വേറൊരു പാത്രത്തിലാക്കി. ഇത് ഞാൻ ആ 2 സവാളയൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ട് ചേർത്ത്
നിങ്ങൾക്കൊന്നി വറുത്തിട്ട് അതൊന്ന് അരച്ച് ചേർക്കാം. അരച്ച് ചേർക്കുകയാണെങ്കിൽ കുറേയും കൂടെ കൊഴുപ്പ് കിട്ടും. അപ്പോൾ ഞാനിതിലൊരു 10-15 അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉള്ളി അരയ്ക്കാഞ്ഞത്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് അരയ്ക്കുന്നതിന് മുമ്പിട്ടൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേണം അരയ്ക്കാൻ. അന്നേരം നന്നായിട്ട് നമുക്ക് പേസ്റ്റ് കുറേയും കൂടെ കിട്ടും. അപ്പോൾ അതൊന്ന് അതിൻ്റെ അകത്തിട്ട് ഇളക്കിയിട്ട് അത് കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് കിടക്കട്ടെ. ഇച്ചിരി തിക്കായിട്ടുള്ള കറിയാണ് നമുക്കിതിന് വേണ്ടിയേ. ഇതിപ്പോൾ ചൂടോടെ ഇങ്ങനെ ഇരിക്കുവാണേലും തണുക്കുന്ന ഉടനെ ഈ സ്റ്റീൽ പാത്രമൊക്കെ ആകുമ്പോൾ തണുക്കുമ്പോൾ കുറേയും കൂടെ ഒന്ന് തിക്കാവും. അപ്പോൾ ഇത് കറി ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇപ്പം ചൂടോടായതുകൊണ്ട് ഇത്രയും ഗ്രേവി ഉണ്ട്. പക്ഷേ നല്ല കൊഴുപ്പുള്ള ഗ്രേവിയാണ് നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് ചേർത്തതുകൊണ്ട്. അപ്പോൾ ഇവിടെ റൈസും ഇവിടെ ദാണ്ട ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അടിയിലത്തെ വെള്ളമൊക്കെ ഞാൻ അതിൻ്റെ ഒരു ഇച്ചിരി ശക്കലം വെള്ളമുണ്ട്. അപ്പം ഞാൻ കുരുമുളക് പൊടി നിങ്ങൾക്ക് നേരത്തെ ചേർക്കാം. ഞാൻ ഈ സമയത്താണ് ചേർത്തത്. കുറച്ചുകൂടെ മുമ്പിട്ട് കുരുമുളക് പൊടി ചേർക്കാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇച്ചിരി നെയ്യൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഇലയൊക്കെ ഇങ്ങെടുത്ത് മാറ്റുക. കൈ കിട്ടുന്ന ഇലയും പട്ടയൊക്കെ ഇങ്ങെടുത്ത് മാറ്റുക. ഇനിയും ആണെങ്കിൽ ഞാൻ ആ തീ അങ്ങ് ഓഫാക്കുക. ഇനി ഈ പാത്രത്തിൻ്റെ ചൂടിലതിരുന്ന് റൈസ് കുറേയും കൂടെ ഒന്ന് വീർത്ത് വരും. അപ്പം ഞാനിത് നിങ്ങൾക്ക് ഫ്രഷ് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാൻ ഇച്ചിരി പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്തേക്കുന്നത്. അപ്പം അടിയിൽ ഇങ്ങനെ ഇപ്പം ചോറിപ്പം ഇച്ചിരി ഗില്ല പോലെ ഇച്ചിരി വെള്ളമയം ഉണ്ടല്ലേ, അതിനെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പം നന്നായിട്ടെല്ലാം വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ വെന്ത് കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ കിസ്മിസോ ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. ഇവിടെ ഈ പിള്ളേർക്ക് ഇവർക്ക് ആർക്കും അതിൻ്റെ അകത്ത് ഈ പുലാവിൻ്റെ അകത്തൊക്കെ അണ്ടിപ്പരിപ്പും റൈസിൻസൊക്കെ ഇടുന്നത് ഇഷ്ടമല്ല. പക്ഷേ എനിക്കിഷ്ടമാണ്. പിന്നെ അവരുടെ ഇതല്ലേ നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തില്ല. അതാ പറഞ്ഞ ഫ്രഷ് പൈനാപ്പിൾ പോലും അവർക്ക് ചേർക്കുന്നത് ഇഷ്ടമല്ല. ഫ്രഷ് പൈനാപ്പിളൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഇത്തിരി മധുരമൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതാണ്ട് കുറച്ച് നേരം ഞാൻ ഇങ്ങനെ അടച്ച് വെച്ച് അതിൻ്റെ അകത്തെ ആ വെള്ളമയം എല്ലാം പോയി നല്ല ഇതായിട്ട് അരി നമുക്ക് ഒന്നേലൊന്നേ തൊടാതെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ പിന്നെ നിങ്ങളൊന്ന് വേവും. ചില റൈസ് കുറേയും കൂടെ വേവാണെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് വെന്തില്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചങ്ങ് വെച്ചേക്കണേ. അപ്പോൾ ആവി കിടന്നങ്ങ് ഇതിപ്പോൾ ഇൻഡാലിയത്തിൻ്റെ പാത്രം ആയതുകൊണ്ട് നല്ല ചൂടിൽ തങ്ങി നിൽക്കും. അങ്ങനെ ആവി കിടന്ന് അതൊന്ന് വെന്ത് കിട്ടും. അപ്പം നമ്മുടെ റൈസും ഇവിടെ റെഡിയായി, കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പം നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ പ്രയോജനമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.